മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം പാർട്ടിയാണ്, അതുകൊണ്ട് അത് വർഗീയ പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ എതിർക്കാം എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ ലക്ഷ്യം ഇതെന്താണ്? ഇതുവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് പ്രശ്നം എന്നുള്ളതാണ്. ലീഗ് പ്രശ്നമല്ല, പക്ഷേ ലീഗും UDF-ഉം കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിക്ക് വഴിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞ് ക്ലീഷയായെന്ന് മാത്രമല്ല, അത് ആളുകൾ ട്രോളാൻ തുടങ്ങി തിരിച്ച്. അതിന് പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് ആളുകൾ തിരിച്ച് ട്രോളാൻ തുടങ്ങി. അപ്പോൾ ഇനി ആ വിഷയം നിൽക്കില്ല. ഇനി ആരെ അറ്റാക്ക് ചെയ്യണം? ഇനി മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്തല്ലേ ഈ പറയുന്ന ധ്രുവീകരണം നടക്കൂ. അപ്പോൾ അടുത്ത ഇനം മുസ്ലിം ലീഗാണ്. ഇനി അത് മുസ്ലിം ലീഗിനെയല്ലേ ഞങ്ങൾക്കെതിരെ ഇനിയൊന്നും ഉണ്ടാവുമില്ലല്ലോ എന്ന് പ്രതീക്ഷിക്കുന്ന മുസ്ലിം സംഘടനകൾ തന്നെ ഉണ്ടാവും. അങ്ങനെ ആരും അതിൽ നിന്ന് ഒഴിവാകാൻ പോകുന്നില്ല. ഇതിൻ്റെ ലക്ഷ്യം ധ്രുവീകരണമാണെങ്കിൽ അതിന് ഏത് മുസ്ലിം സംഘടനയും അതിന് ഇരയാവുക തന്നെ ചെയ്യും. അത് ഇനി നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കേണ്ടതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതൊന്നും ആയിരുന്നില്ല. അന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ വഴിയായിരുന്നു വലിയ തോതിൽ കേരളത്തിൽ 2 പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിൽ വേർതിരിക്കാനുള്ള അല്ലെങ്കിൽ അടുപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നമ്മൾ കണ്ടതാണ്.